ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ചങ്കുകളും കെട്ടികളും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. സൂക്ഷ്മദർശിനി പടം കണ്ട് വന്നിരിക്കുകയാണ്. തൃശ്ശൂരകത്തുനിന്ന് ഫുൾ ഫാമിലി. നമ്മൾ പടം കണ്ടിട്ട് ഫസ്റ്റ് ഷോ കണ്ടിട്ട് നമ്മൾ ഒപ്പീനിയൻ പറയുന്നത് നിർത്തിയിട്ടോ. കാരണം ഫാമിലി ആയിട്ട് പടം കാണുന്നത് ഫസ്റ്റ് ഷോ കാണുന്നത് രണ്ടാണ്. അപ്പോൾ ഇന്ന് കണ്ട 2 പടങ്ങൾ എക്സ്പീരിയൻസ് അതിഗംഭീരമായിരുന്നു. 2 പടങ്ങളും നന്നായിരുന്നു. അപ്പോൾ MC ജിതിൻ സംവിധാനം ചെയ്ത പടമാണ്. ആള് നോൺസെൻസ് എന്നൊരു പടം ചെയ്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ നോക്കുകയായിരുന്നു. അത് വലിയൊരു സംഭവ പടമാണെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. MC ജിതിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടം. റിനോഷ് ജോർജ്, വിനയ് ഫോർട്ട്, ശ്രുതിരാം, വലിയ കാസ്റ്റിംഗ് ആണ് പടം. ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പടരുത് കാണും. മുഹമ്മദ് ഷഫീഖ് ഞാൻ റൈറ്റർ, MC ജിതിൻ തന്നെയാണ് റേറ്റ് ചെയ്തത്. അപ്പോൾ അത് രണ്ടാമത് ചെയ്യുന്ന പടമാണ്. ആദ്യത്തെ പടം ഈ പടം ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഈ പടം എന്തായാലും കാണണം. ഇപ്പോൾ സൂക്ഷ്മദർശിനി ഒന്നും പറയാനില്ല മക്കളെ, പോയി കാണാൻ ടിക്കറ്റ് എടുക്കുക. ഗംഭീര പടം, ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിഗംഭീര മേക്കിംഗ്, അതിഗംഭീര ത്രില്ലർ. ദൃശ്യം 2, അഞ്ചാം പാതിര, മെമ്മറീസ്, കിഷ്കിന്ധാകാന്ഡം. ഈ പടമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇതായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നമ്മൾ പോകുന്നില്ല. ദൃശ്യം ലെവലാണെന്ന് ചോദിച്ചാൽ അല്ല, അഞ്ചാം പാതിര ലെവലാണെന്ന് വെച്ചാൽ അല്ല, ദൃശ്യം 2 ലെവലാണെന്ന് വെച്ചാൽ അല്ല, കിഷ്കിന്ധാകാന്ഡ ലെവലാണെന്ന് വെച്ചാൽ അല്ല. ഇതൊരു ത്രില്ലറാണ്. അത്യാവശ്യം കോമഡി കാര്യങ്ങൾ, ഡാർക്ക് ഹ്യൂമറൊക്കെ കലർന്ന് കൊണ്ടുപോകുന്ന അതിഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന പടം. അതിനുള്ള ബാക്കപ്പ് ടീം, കാസ്റ്റ് ആൻഡ് ക്രൂ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ മോശമായിരിക്കും. ഫസ്റ്റ് വന്ന് ക്രിസ്റ്റോ സേവിയർ, ഇതിൻ്റെ മ്യൂസിക് ചെയ്തുള്ളത് ആളെ നമുക്കറിയാം. ബ്രഹ്മയുഗം പറയുന്നില്ല, ഒരുപാടുണ്ട്. ഷാരൺ വേലായുധർ സിനിമാറ്റോഗ്രാഫർ, ചമ്മൻ ചാക്കോ എഡിറ്റർ. കാരണം എന്താ വെച്ചാൽ പടം 2 മണിക്കൂർ 38 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണതിന് വലിയ സംഭവമുണ്ട്. ആർട്ട് ഡയറക്ടർ വിനോദ് രവീന്ദ്രൻ, മാസ്റ്റർ ഹംസ കോസ്റ്റ്യൂം ഡിസൈനർ, അതുപോലെ തന്നെ ലിപിൻ TB ആൻഡ് അതിൽ രാമചന്ദ്രനാണ് ഈ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രൊഡ്യൂസേഴ്സിന് നമ്മളൊരു ഗംഭീര സെല്യൂട്ട് കൊടുക്കണം. സമീർ താഹിർ, ഷൈജു ഖാലിദ്, AV അനൂപ്. പിന്നെ ഇതിലെ കാസ്റ്റിങ്, ഒരാൾ പോലും ഇതിൽ ഓരോ കാസ്റ്റിംഗ് കൊടുത്തുള്ള ഈ റോൾ ഉറക്കെ പറ്റൂ. അവരെ ചെയ്താൽ ശരിയാവും നമുക്ക് തോന്നിപ്പോ. ഞാൻ ഇടയ്ക്കൊന്നും ചെയ്തു ബേസിന്റെ റോള് ഫഹദ് വാസിലായിരുന്നെങ്കിലും, പക്ഷെ ക്ലിക്ക് ആവാൻ വഴിയില്ല. കാരണം ഓൾറെഡി നമ്മളൊരു പടം ഫഹദിന്റെ കണ്ടിട്ടുണ്ട്. ഈ ലെവല് ഇതുമായിട്ട് കുറച്ച് കണക്ഷൻ വരുന്ന പടം കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഇത് ബേസിൽ തന്നെ ചെയ്യുന്ന പടമാണ്. ബേസിൽ എന്നുള്ളൊരു നടൻ ഈ ഫാമിലി സ്റ്റാറിലേക്കാണ്ട് വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഏത് റോള് പടത്തെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ സെറ്റ് സാധനം. നസ്രിയ, ഇത് പടം ശരിക്കും നസ്രിയയുടെ പടമാണ് കേട്ടോ. നസ്രിയാണ് ഈ പടത്തിന്റെ എല്ലാം. ഒരു ബേസിലൂടെയാണ് കഥ പോകുന്നത്. ഒരു ചെറിയൊരു നാട്ടുപ്രദേശം, അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾ, കുടുംബശ്രീയുള്ള പോലെ വാട്സപ്പും കാര്യമെല്ലാം ജോലിക്ക് പോകുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലൂടെയാണ് ഈ പെണ്ണുങ്ങളെ അറിയാലോ നമുക്ക്. അപ്പോൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ട് പോകുന്നൊരു കഥയാണ്. അപ്പോൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ട് പോകുന്നൊരു കഥയാണ്. അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പടത്തിൽ താമസക്കാർ വരുന്നുണ്ട്, ബേസിൽ ഫാമിലി. അവരിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതുമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന പടം ഭയങ്കര എൻഗേജ്ഡ് ആക്കാണ് പടം. ഒരു രക്ഷയിലാണ്ട് കൊണ്ട് ഇന്റർവെല്ലിന് ശേഷം അവസാനത്തെ 20 മിനിറ്റ്സ് ടിസ്റ്റാണ്. ഒരു രസമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ക്ലൈമാക്സിൽ എടുക്കുന്ന ഒരു സീനുണ്ട്. ഇത് എന്തിനാണ് അങ്ങനെ സംഭവം, അങ്ങനെ ചെയ്യുന്നത് ചോദിക്കുന്ന സീനൊക്കെ നമ്മൾ ഒരുപാട് ഫിലിമിൽ കണ്ടിട്ടുള്ളതായാലും, പക്ഷെ അതൊരു യാതൊരു ബോറടിക്കാണ് നമുക്ക് കാണാൻ പറ്റും. കാരണം ആ സീനിൽ കണക്ഷൻ കൊണ്ടുവരണത് നമുക്കിതില് ഒരു ഓൾമോസ്റ്റ് ത്രില്ലർ മൂവീസിലൊക്കെ ഇതിൽ ആരാണ് ഇതില് വില്ലൻ, അല്ലെങ്കിൽ ആരാളത് ചെയ്തത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. എനിക്കറിയാൻ പറ്റാറുണ്ട്. പക്ഷെ ഇതിന് എനിക്കൊരു യാതൊരു ഐഡിയ കിട്ടിയില്ല കേട്ടോ അവസാനം വരെ. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ വിജയം. നസ്രിയയുടെ ക്യാരക്ടർ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് റോൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പല പടങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇത്രയും പക്വതയോടുകൂടി ചെയ്ത് ആൾക്കുള്ള കുട്ടിത്തരം കാര്യങ്ങളൊക്കെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ കൂടി ആളത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്, വെറുതെ നിൽക്കല്ല, പ്രതികരിച്ചിട്ട് അടിച്ച് കയറുന്ന സീനുണ്ട്. അതൊക്കെ ഒരു വേറെല്ല, എനിക്ക് കടക്കുന്നില്ല, ഒരുപാട് സ്പോയിലർ കണ്ടന്റ് ഉള്ളതുകൊണ്ട്. അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇങ്ങനെ ഇരുന്ന് കണ്ടു, ഓരോ ഭാഗങ്ങളും നമ്മൾ തരിച്ച് കണ്ടു. എനിക്ക് അതിൻ്റെ ഇടയ്ക്കുന്ന 2 വളരെ ഇമ്പോർട്ടൻറ്റ് കോളുകൾ വരെ വന്നു. ഞാനത് കട്ട് ചെയ്തിട്ട് പിന്നെ ഇന്റർവ്യൂവിൽ പോയി തിരിക്കുക വെച്ചാൽ ആ കോൾ എടുക്കാൻ നോക്കിയ പടത്തിൽ അത്രയും ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അതിഗംഭീര ത്രില്ലർ, ഇപ്പം അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് അതിഗംഭീര ത്രില്ലർ. MC ജിതിൻ നിങ്ങളെ നമിച്ച് ഇതിൽ ചെയ്ത എല്ലാവരും, ഇതിലെ എല്ലാ ക്യാരക്ടറും, ഓരോരുത്തർ സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടറൊക്കെ ഡാർക്ക് ഹ്യൂമറായിട്ട് മുന്നോട്ട് പോകുന്നത്, ഒരുപാട് കോട്ടയം രമേശ്, ഇതിലെ എല്ലാവരുടെ പേര് എടുത്തു പറയണത് ശരിക്കും. അഖില ഭാർഗവൻ, പൂജ മോഹൻരാജ്, മെറിൻ ഫിലിപ്പ്, ദീപക്, അങ്ങനെ എല്ലാവരും പേര് എടുത്തു പറയേണ്ടതാണ്. ദീപക്കിന്റെ കേസ് പെട്ടെന്ന് വിട്ടുപോയി സംഭവിക്കും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നസ്രിയയുടെ ഹസ്ബൻഡ് റോളാണ് ചെയ്യുന്നത്.
ബാക്കിയുള്ള പാറക്കൻ്റെ റോളൊക്കെ നൈസാണ് അവിടെ. ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയാണ്. ഒരു മുസ്ലിം ക്യാരക്ടർ ആളുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പൂജ മോഹൻരാജ് കിഡുവാണ്. എല്ലാവരും ടെക്നിക്കൽ ടീമൊക്കെ കിഡുവാണ്. അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. ബേസിൽ നസ്രിക്ക് ഒരു 100 കോടി ഉറപ്പിച്ചു. ആ രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതിഗംഭീരം. ഒരിക്കലും നിങ്ങൾ ദൃശ്യം 2 അങ്ങനെയൊക്കെ പലരും പറയും ദൃശ്യം 2 അത് കണ്ടതിന് ശേഷം കണ്ട് അതിഗംഭീര ത്രില്ലറെന്ന് പറയും. പക്ഷെ ആ പടം ഈ പടമൊക്കെ അത് വേറെ റൂട്ടിൽ പോകുന്നൊരു പടമാണ്. അത്യാവശ്യം കോമഡി ത്രില്ലറൊക്കെ കൂടിയിട്ട് പോകുന്നൊരു പടമാണ്. ക്ലൈമാക്സിൽ നമുക്ക് ഞെട്ടിക്കുന്നൊരു സത്യം പുറത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ഈ പടം പോകുന്നത് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഈ പടത്തിൽ വരുന്ന മെയിൻ സാധനങ്ങൾ ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് പുറമേക്ക് സെറ്റിൽ ആയിട്ടുള്ള ഫാമിലികളിൽ. അപ്പോൾ അതായിട്ട് കുറച്ച് കണക്ഷൻ അതുകൊണ്ട് ക്രിസ്ത്യൻ ഫാമിലിയിൽ കൊണ്ടുവന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ ആദ്യത്തെ കുറച്ച് നേരം മെല്ലെ മെല്ലെ പോയിട്ട് താളം കണ്ട് പിന്നെ നമ്മൾ വേറെ മൂഡ് അതിഗംഭീരം. ഒന്നും പറയല്ല. പോയി ടിക്കറ്റ് എടുത്ത് ഫാമിലിയായിട്ട് കൂടെ ആഘോഷിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.